കൂട്ടാൻ വെക്കി. നല്ല ഭാര്യമാർ അങ്ങനെയാണ് ചേട്ടാ. എല്ലാ കാര്യങ്ങളും ഭർത്താക്കന്മാരോട് ചോദിച്ചു മാത്രമേ ചെയ്യൂ. എന്റെ തലയോടെ ഒഴിച്ചോ. അങ്ങനെയൊന്നും പറയല്ലേ ചേട്ടാ, എനിക്ക് വിഷമാവും. തമാശക്കാരനാണെന്ന് എനിക്ക് ഇന്നലെ രാത്രി തന്നെ മനസ്സിലായി. പക്ഷെ എന്നോട് ഭയങ്കര സ്നേഹമാണ്, എനിക്കറിയാം. ഈ കൂട്ടാൻ ചേട്ടന് ഇഷ്ടപ്പെടുമോ എന്തോ. ചേട്ടന് എന്നെ ഇഷ്ടായോ? പിന്നെ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നേ ഉള്ളൂ, ആളൊരു പാവ. ഈ ചേട്ടൻ എന്നെ കൊല്ലു. മുളക്, ഉപ്പ്, മല്ലി എല്ലാം ഞാൻ പാത്രത്തിനായിട്ട് എടുത്തുകൊണ്ട് കഴിച്ചോളാം. ഈ മഞ്ഞു തുള്ളിത ചുംബനം കൊണ്ടൊരു പൂവിൻ കവിൾ തുടിച്ചു. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ ഈ അടുത്തൊരു ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു. നമ്മുടെ നത്തുനാരായണനും ഓമനയും കൂടിയിട്ടുള്ള ഒരു ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വേഷത്തിൽ നമ്മളോടൊരു പാചകം ചെയ്യാനായിട്ട് കമന്റ് ഉണ്ടായിരുന്നു. ഒരു ജിനേഷ് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞിട്ട്. രസാവും എന്താണെന്ന് അറിയില്ല. അപ്പൊ നമ്മള് അങ്ങനെ ഒരു പാചകം ചെയ്താൽ നന്നാവും ആ കോസ്റ്റ്യൂമിൽ എന്ന് പറഞ്ഞിട്ടേ. അപ്പോഴാണ് ഞങ്ങളും ആലോചിച്ചത്, അത് പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ. പിന്നെ അത് മാത്രല്ല, നമുക്ക് ഒരു 90% പേർക്കും നമ്മള് ഇതുപോലെ ഞങ്ങൾ എങ്ങനെയാ അതേപോലെ തന്നെ വീഡിയോ അവതരിപ്പിക്കുന്നത് ഇഷ്ടമാണ്. പക്ഷെ കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമില്ലാത്തതുണ്ട്. അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമന്റ് വന്നില്ല ചേട്ടാ, ഞങ്ങളുടെ നാട്ടിലൊന്നും ആണുങ്ങൾ അടുക്കളയിൽ കയറാറില്ല, ഇതൊരു പെൺകോന്തനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടനെ കളിയാക്കിയിട്ടും എന്നെ കുറ്റം പറഞ്ഞിട്ടും. ഭാര്യമാരെ സഹായിക്കുന്നതൊക്കെ പെൺകോന്തന്മാരാണെന്നുള്ള ഒരു അഭിപ്രായത്തിലുള്ള ഒരു കമന്റ്. അതെ, അത്രേ ഉള്ളോ. അപ്പോ അങ്ങനത്തെ കമന്റ്സ് കുറെ വരാറുണ്ട്. നമുക്കിത് ഒത്തിരിയൊന്നുമില്ല, ഇഷ്ടംപോലെ വരാറുണ്ട്. അപ്പോ എന്താ പറയാ, ഒരു കുലസ്ത്രീയായിട്ട്, അതായത് അങ്ങനത്തെ മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ കമന്റ്സ് വരണേ. അതായത് 16-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട് കുറച്ച് പേര്. അപ്പൊ അങ്ങനെയുള്ളവര് കുറച്ചെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവും അജു ഇങ്ങനെയായിരുന്നെങ്കിൽ, ആൺ മേൽക്കോയ്മ അതുപോലെ സരിത ഇങ്ങനെ പഞ്ചപാവമായിട്ട് അങ്ങനെ വേണം, ശരിക്കും അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ആവണം എന്ന് അവർ ആഗ്രഹിക്കുന്നതുകൊണ്ടാണല്ലോ അങ്ങനത്തെ കമന്റ്സ് വരണേ. അപ്പോൾ നാരായണനും ഓമനയായിട്ട് ഞങ്ങൾ വരുമ്പോൾ ക്യാരക്ടറും അങ്ങനെയായിട്ട് ഞങ്ങൾ ഇങ്ങനെ അഭിനയിച്ച് തകർക്കാൻ പോവാണ്. സാധാരണ നമുക്ക് ആളുകള് നമ്മളോട് പറയണ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്താണോ നിങ്ങൾ അത് തന്നെയാണ് എപ്പോഴും നിങ്ങളുടെ വീഡിയോയിൽ കാണാം. അതാണ് നിങ്ങളുടെ വീഡിയോ കാണാൻ എനിക്ക് ഇഷ്ടം. ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും തന്നെ ഇല്ല, ഒരു അഭിനയങ്ങളില്ല, നാട്യങ്ങളില്ല, പച്ചയായ മനുഷ്യരായിട്ട് നിങ്ങൾ വരാം. അതാണ് നിങ്ങളുടെ വീഡിയോ കാണാൻ ഞങ്ങൾക്ക് ഇഷ്ടം എന്നൊക്കെ പറയല്ലോ. ഇനി അത് ഈ ഒരു വീഡിയോയ്ക്ക് മാറ്റി വെക്കുകയാണ്, ഞങ്ങൾ അഭിനയിക്കാൻ പോവാണ്. ഞങ്ങൾ അഭിനയിക്കാറില്ല ക്യാമറയുടെ മുന്നിൽ നമ്മൾ എപ്പോഴും പറയും. പക്ഷെ നമ്മൾ ഇതിൽ ഞങ്ങൾ അഭിനയിക്കാൻ പോവാണ്. ഇതെങ്ങനെയാവും, എന്ത് വരും ഒന്നും ഞങ്ങൾക്കറിയില്ല. പിന്നെ ഈ വീഡിയോയിൽ പാചകത്തിന് യാതൊരു അതല്ലെങ്കിലും ഉണ്ടാവാറില്ല, പാചകത്തിന് വലിയ പ്രാധാന്യം ഉണ്ടാവാറില്ല. പക്ഷെ ഇതിൽ പ്രത്യേകിച്ച് ഇതിന്റെ പാചകം എന്തിട്ടാന്ന് നോക്കണ്ട. കാരണം ഞാനിപ്പോൾ ഉച്ചക്കിലേക്ക് മുരിങ്ങക്കായും മാങ്ങിയും കൂട്ടാൻ വയ്ക്കാൻ പോയിരുന്നു. അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് നമുക്ക് ഈ വീഡിയോ എടുക്കപ്പോൾ ഈ കൂട്ടാൻ ഇവിടെ വെച്ചാണ്. അപ്പൊ മുരിങ്ങക്കായും മാങ്ങിയും കൂട്ടാൻ നമ്മുടെ തൃശ്ശൂർക്കാരുടെ സിമ്പിൾ സാധനം അതന്നെ. പരിപ്പ് മുരിങ്ങക്കായും മാങ്ങി പിന്നെ ഉണക്കമാന്തൽ വറുത്തതും കൂടി ആയി കഴിഞ്ഞാൽ തൃശ്ശൂർക്കാർക്ക് വളരെ ഇഷ്ടമാണ് ഉച്ചയ്ക്ക് ചോറിന്. അപ്പൊ നമുക്ക് നത്തുനാരായണനും ഓമനയായിട്ട് മാറാം. കൂട്ടാൻ വെക്കി. പരിപ്പ് കഴുകട്ടെ ചേട്ടാ? എന്തൊരു തയ്യാറും ചെയ്യും ചേട്ടാ. പരിപ്പ് ഈ വെള്ളത്തിൽ കഴുകണോ അതോ പൈപ്പ് വെള്ളത്തിൽ കഴുകിയാൽ മതിയോ? അതിൽ കഴുകിയാൽ മതി. ശരി ചേട്ടാ. ചേട്ടാ, പരിപ്പ് എന്തോരം എടുക്കണം? 2 പേർക്ക് എന്തോരം പരിപ്പ് വേണം? നോക്കൂ ചേട്ടാ, ഇത് മതിയോ? മതി. കഴുകട്ടെ? കഴുകുന്നത് എന്തിനാ എന്നോട് എപ്പോഴും പറയുന്നത്? നല്ല ഭാര്യമാർ അങ്ങനെയാണ് ചേട്ടാ. എല്ലാ കാര്യങ്ങളും ഭർത്താക്കന്മാരോട് ചോദിച്ചു മാത്രമേ ചെയ്യൂ. കഴുകട്ടെ? കഴുകിക്കോ. ചേട്ടാ, പരിപ്പ് കഴുകിയ വെള്ളം സപ്പോട്ടയുടെ കടയ്ക്ക് ഒഴിക്കണോ അതോ റംബുട്ടാൻ്റെ കടയ്ക്കിൽ ഒഴിച്ചാൽ മതിയോ?
എൻ്റെ തലയോടെ ഒഴിച്ചോ. അങ്ങനെയൊന്നും പറയല്ലേ ചേട്ടാ, എനിക്ക് വിഷമാവും. വെള്ളം ഒഴിക്കട്ടെ? ഒഴുക്കി. മതിയോ? കുറച്ചുകൊണ്ട് ഒഴുക്കി. ഇങ്ങനെ കുറ്റിയടിച്ച് കണ്ട അതവിടെ പോയിരുന്നോ? കൂട്ടാൻ വെക്കുമ്പോൾ എവിടെയെങ്കിലും പോയി ഇരിക്കാൻ കഴിയുമോ ചേട്ടാ? എന്നാ തലയും കുത്തി നിൽക്ക്. തമാശക്കാരനാണെന്ന് എനിക്ക് ഇന്നലെ രാത്രി തന്നെ മനസ്സിലായി. ചേട്ടാ, മുരിങ്ങക്കായും മാങ്ങി വെക്കുമ്പോൾ മാങ്ങ പൊട്ടിച്ച് തരുമോ? വേണമെങ്കിൽ പോയി പൊട്ടിക്കറി. മാങ്ങ പൊട്ടിക്കല് ആണുങ്ങളെ പണിയല്ല, പെണ്ണുങ്ങളെ പണിയാണ്. നമ്മുടെ മാവുമ്പൊന്നൊരു മാങ്ങ വാടി വീണിട്ടുണ്ട്, അത് ഇട്ടാ മതിയോ കൂട്ടാനിൽ? അത് എന്നിട്ട് വേണം വല്ല ഈ നിപ്പിയും കിപ്പിയൊക്കെ വരാനായിട്ട്. ഇത് കൊത്തിയിട്ടില്ല ചേട്ടാ, ഇതിനൊരു കുഴപ്പമില്ല. എന്നാലും കുഴപ്പമുണ്ടാവും. എന്നാ പിന്നെ ഒരു മാങ്ങ പൊട്ടിച്ചു തരുമോ? അതൊന്നും ആണുങ്ങളെ പണിയില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ പെൺകൊന്തന്മാരെ ചെയ്യാ. വിസിലടിച്ചു. തീ ഓഫ് ചെയ്യറി. ചേട്ടാ, മുരിങ്ങക്കായയുടെ എത്ര നീളത്തിൽ മുറിക്കണം? സാധാരണ എത്ര നീളത്തിൽ മുറിക്കുക? ഇതൊക്കെ എന്നോട് പറയുന്ന നിലത്ത് വെച്ചിട്ട് മുറിക്കും. സോറി ചേട്ടാ. കൈ മുറിയില്ലേ? അപ്പൊ ചേട്ടൻ എന്നോട് സ്നേഹമുണ്ടല്ലേ? അപ്പോ മാങ്ങ ഞാൻ തന്നെ പോയി പൊട്ടിക്കണല്ലേ? വലിയ ദേഷ്യക്കാരനാ, പക്ഷെ എന്നോട് ഭയങ്കര സ്നേഹ. എനിക്കറിയാം ഉള്ളിൽ നല്ല സ്നേഹമുണ്ട്. ചേട്ടൻ പോവാണോ? ഈ കൂട്ടാൻ ചേട്ടന് ഇഷ്ടപ്പെടുമോ എന്തോ? ചേട്ടനെ കാണാനില്ലല്ലോ. ഈ മഞ്ഞു തുള്ളി തൻ ചുംബനം കൊണ്ടൊരു പൂവിൻ കവിൾ തുടിച്ചു. ഈ മഞ്ഞു തുള്ളി തൻ ചുംബനം കൊണ്ടൊരു പൂവിൻ കവിൾ തുടിച്ചു. കാണാതെ വന്നിപ്പോൾ ചാരത്തണയുകിൽ ഞാൻ എന്തു പറയാ, എന്തു പറഞ്ഞിരിക്കാൻ. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു. താവകവീഥിയിൽ എന്മിഴിപ്പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ. വന്നല്ലോ. എവിടേക്കാ ചേട്ടാ പോയി ഓടുന്നത്? കോഴികൾക്ക് തീറ്റിട്ട് കൊടുക്കാൻ. ഷോ, കോഴികൾക്ക് തീറ്റിട്ട് കൊടുക്കാനോ? അത് ഞാൻ കൊടുക്കുമായിരുന്നില്ലേ ചേട്ടാ? ഇനി ഇവിടുത്തെ എല്ലാ ജോലികളും ഞാൻ തന്നെ ചെയ്തോളാം. ഇവിടെയും ഞാൻ നല്ല കുടുംബിനിയായിരിക്കും. ചേട്ടാ, മാങ്ങ നുറുക്കി കഴിഞ്ഞു, മുരിങ്ങക്കായും നുറുക്കി കഴിഞ്ഞു. നല്ല പുളിയുള്ള മാങ്ങയാണ്. മുളക് പൊടിയും ഉപ്പും ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. വേണോ ചേട്ടാ? എനിക്കൊന്നും വേണ്ട, ഞാൻ കഴിക്കാറില്ല. ഞാൻ കഴിക്കട്ടെ? എന്തോരം ചെയ്തോ?
ആ കുക്കർ തുറക്കാലോ അല്ലേ? മുളക് പൊടി എരിവ് ഇത്ര മതിയോ ചേട്ടാ? മതി. മഞ്ഞൾപ്പൊടി. ഉപ്പ് എന്തോരം വേണം ചേട്ടാ? ഉപ്പ് പാകത്തിന്. ഒരു വിസിലും കൂടി അടുപ്പിക്കാല്ലേ ചേട്ടാ? ചേട്ടനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ചേട്ടന് എന്നെ ഇഷ്ടായോ? പിന്നെ എനിക്കറിയാം, അല്ലെങ്കിൽ എന്നെ കണ്ട ആർക്കും ഇഷ്ടപ്പെടും. ഞാൻ ഇതിലേക്കുള്ള നാളികേരം അരച്ചിട്ട് വരാം. ഒരു വിസിലടിച്ചാൽ ചേട്ടനത് ഓഫ് ചെയ്യോ? എന്നോടൊന്നും പറ്റില്ല, ഞാൻ പോണ്. അതൊക്കെ പെണ്ണുങ്ങളുടെ പണീന്. ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നേ ഉള്ളൂ. ആളൊരു പാവ. എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കറിയാം. വിസിലടിച്ചു, ഓഫ് ചെയ്തു, തീ എടുത്തി. നമുക്കിനി തുറന്നാലോ? നാളികേരം അരച്ച് ചേർക്കാം. കുറച്ചുകൂടി വെള്ളം ചേർക്കാം. ഇതുവരെ ആയില്ലേ കൂട്ടാൻ? ഇപ്പിയാവും ചേട്ടാ, ഒരു 5 മിനിറ്റ് കൂടി എന്നിട്ട് കാച്ചാം. നമ്മുടെ നാളികേരം അരച്ചൊഴിച്ച് നന്നായിട്ട് തിളച്ചു. തീ ഓഫ് ചെയ്തു. ചേട്ടന് ചോറിനാനുള്ള സമയമായി. അതത്ര ദേഷ്യം. ക്ഷമിക്കൂ ചേട്ടാ, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. എനിക്ക് 1 മണിക്ക് ചോറ് കിട്ടാൻ നിനക്ക് അറിഞ്ഞൂടെ? അറിയില്ലല്ലോ ചേട്ടാ, നമ്മുടെ കല്യാണം ഇന്നലെ കഴിഞ്ഞല്ലേ ഉള്ളൂ. എല്ലാം പഠിക്കാൻ എനിക്ക് അല്പം സമയം തരൂ. ചേട്ടൻ ആകെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. വേഗം കൂട്ടാൻ കാച്ചാം. വെളിച്ചെണ്ണ ചൂടായി. ഉണക്കമാന്തൾ വറക്കണോ ചേട്ടാ? വേണ്ട. അതെന്താ ചേട്ടന് ഇഷ്ടല്ലേ? ഉഴുവൻ മുളക് വേണമായിരുന്നു ചേട്ടാ. ഇനി അതൊന്നും വേണ്ട. ഈ ചേട്ടൻ എന്നെ കൊല്ലും. മുഴുവൻ മുളക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ മറന്നു പോയതാണ് ചേട്ടാ. സോറി ചേട്ടാ. എന്നോടൊന്നും തോന്നല്ലേ ചേട്ടാ. ഉപ്പൂല, എരിവൂല, പുളിയൂല. ഉപ്പ് ഞാനിവിടെ ഒരു പാത്രത്തിൽ കൊണ്ടുവയ്ക്കാം. പാത്രത്തിലോ? അന്ന് വെച്ചാൽ ഇവിടെ 5-6 പാത്രം കൊണ്ടുവന്ന് വെക്കി. മുളക്, ഉപ്പ്, മല്ലി എല്ലാം ഞാൻ പാത്രത്തിനായിട്ട് എടുത്തുകൊണ്ട് കഴിച്ചോളാം. ചേട്ടൻ്റെ ഇഷ്ടം അതാണെങ്കിൽ നാളെ മുതൽ ഞാൻ അങ്ങനെ ചെയ്തോളാം ചേട്ടാ. സന്തോഷായില്ലേ? കൈ കൊണ്ട് എന്തെങ്കിലും സഹായം നിനക്കുള്ളൊക്കെ അവിടെ ഇരിക്കുന്നില്ലേ? ഇനി ഞാൻ തിന്നിടുന്ന് നോക്കി വായിൽ വെള്ളം ഒലിപ്പിച്ചിട്ട് എൻ്റെ വയറിന് അസുഖം വരണല്ലേ? അതല്ലേ എൻ്റെ ഇത്? എൻ്റെ ഈശ്വരാ. അപ്പൊ കണ്ടില്ലേ എങ്ങനെയുണ്ട് ഞങ്ങളുടെ അഭിനയം? ഇത് ഇപ്പൊ ഈ വീഡിയോക്ക് മാത്രമല്ല. ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മളായിട്ട് തന്നെ നിന്നാ മതി എന്നായിരിക്കും ഇതിൽ വരുന്ന കമന്റ്സ് മൊത്തം. അപ്പൊ എന്നാലും ഞങ്ങൾ വെറുതെ ഒരു തമാശക്ക് വേണ്ടി എപ്പോഴും ഇങ്ങനെ ഒരേപോലെ വരുമ്പോ രസമല്ല, ഇടയ്ക്ക് ഒരു ചേഞ്ച് വേണ്ടേ. അപ്പൊ അങ്ങനെ വന്നതാണ് കേട്ടോ. അങ്ങനെ ഒരു കമന്റ് കണ്ടപ്പോ ഞങ്ങൾക്ക് ഒരു കൗതുകം തോന്നി. അങ്ങനെ ആയി ഇങ്ങനെ ഉണ്ടാവും, അതുകൊണ്ട് ചെയ്തു. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. ചേട്ടനെ നിൽപ്പ് കാണുമ്പോ ചിരി വരാം. ഞാൻ പറയാ നിങ്ങൾ ശരിക്കും പറയാം, ചീനി ചെയ്യുന്ന അറിയാല്ല. ഞാൻ പറയാം കൂട്ടാൻ ഇങ്ങനെ വെക്കി. ഇത് ഷോർട്സ് എടുക്കണ പോലെയല്ല ഗൈസ്, ഇത് വളരെ ബുദ്ധിമുട്ടാണ്. ചിരിക്കാണ്ടിരിക്കും. എനിക്ക് ചിരിക്കാം, എനിക്ക് എന്തോരം വേണമെങ്കിൽ ചിരിക്കാം അല്ലേ? എനിക്ക് ഇതല്ലേ തുടങ്ങട്ടെ. പരിപ്പ് കഴുകട്ടെ ചേട്ടാ? എന്തൊരു ധൈര്യം ചെയ്യും. എനിക്ക് ഇവിടെ ആക്ഷൻ കാണാൻ ശരിയാ. ചിരിച്ചിട്ട് മുറുക്കി തിരുമ്പി കഴുകണോ? അതൊന്ന് കോമഡിയിൽ പറഞ്ഞു കഴിഞ്ഞു.
ഇതൊക്കെ ബിഹൈൻഡ് സീനിലാക്കിക്കോ. എന്നാ പറഞ്ഞു സാർ. വേണ്ട അത് വേണ്ട, ഓവറായിട്ട് ചോദിക്കണ്ടല്ലോ. ഫുൾ ടൈം ചോദിക്കുക. വേണ്ട, ഇത്ര മതി. ഇതിന്റെ ഇടയ്ക്കില്ല ഇതിന്റെ പേര് റംബുട്ടാൻ. ആ റംബുട്ടാൻ ഇടയ്ക്ക് ഒഴിക്കുന്ന ആ ബീഡ് ഇടയ്ക്ക് ഒഴിക്കുന്ന ചോദിച്ചോ. സപ്പോട്ട എന്നിട്ട് തലേ കൂടെ ഒഴിച്ചു എന്ന് പറഞ്ഞോട്ടെ. ഇവിടെ കുറ്റിയടിച്ച പോലെ നിൽക്കണ്ട, എവിടെയെങ്കിലും പോയിരുന്നോ? കൂട്ടാൻ വെക്കുമ്പോ ഇങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് ഇരിക്കാൻ കഴിയുമോ ചേട്ടാ? കഴിയണ്ട, എന്ന് വെച്ചാൽ എന്റെ തലയിൽ കയറിയിരുന്നോ? എന്നാ പിന്നെ തലകുത്തിക്ക്. അതല്ല ഡയലോഗ്. തമാശക്കാരനാണെന്ന് എനിക്ക് ഇന്നലെ തന്നെ മനസ്സിലായി. ഇന്നലെ കല്യാണം കഴിഞ്ഞതാണല്ലോ. അപ്പൊ എന്നിട്ട് ഡയലോഗ് പറയില്ല? എന്റെ ഓമനെ എന്നിട്ട് അതൊന്നും പറയണ. ചിരിച്ചു. മുരിയക്കായ നന്നാക്കട്ടെ ചേട്ടാ. ഞാനത് ആലോചിക്കണം, എന്റെ അവിടെ ഒരു ഇത് കൂടെ കാണിച്ചിട്ടാ. അല്ല ഞാൻ ആലോചിച്ചാ മതി, വോയിസും കൊടുക്കാൻ വേറെ എക്സ്ട്രാ വേണമെങ്കിൽ. നിന്ന് ആലോചിച്ചിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഭർത്താവിനോട് ചോദിച്ചിട്ട് ചെയ്യണം എന്നാണ്. വേണ്ട കൈ മുറിഞ്ഞത്. ആ ശരിക്കും കൈ മുറിഞ്ഞു. കണ്ട കൈ മുറിഞ്ഞു മുരിങ്ങക്കായ അരിഞ്ഞപ്പോ. അപ്പൊ ഞാൻ പിണക്കമാണോ വേണ്ടത്, നാണാണോ വേണ്ടത്? ഓറാക്കണ്ടത്. ഉള്ളിൽ നല്ല സ്നേഹമുണ്ട്. മതി, കട്ട് ചെയ്തു. ആരും കാണാണ്ടിരുന്നാ മതിയായിരുന്നു. ഏയ് കുറച്ച് നേരം ചേട്ടൻ പോയിട്ട് എങ്ങോട്ട് പോയോ ആവും. അങ്ങനെ വേണ്ടല്ലേ, ജാതി ആക്ടിങ് അല്ല ഡ്രാമ, ജാതി ഓവർ ആക്ടിങ്. ചിരി വന്നു. അത് വെച്ചോക്കി രസമായിട്ട് തോന്നിക്ക്. എന്തൊരു ടേസ്റ്റ് ചേട്ടാ ശരിക്കും. ഇത് ബിഹൈൻഡ് ദ സീനിൽ കേട്ടാ. ഒരു മാങ്ങ കൂടി പൊട്ടിക്കായിരുന്നില്ല, ഇതിപ്പോ കഴിയും. ജയ്പൂരിന് സ്കൂളിൽ നിന്ന് പറയുമ്പോഴേക്കും കഴിയേണ്ടത് 2 മണിയായി. 5 മിനിറ്റിനുള്ളിൽ കഴിയണം. ചേട്ടനെ കണ്ടാൽ നല്ല ഹോട്ടാണ്. ഇടും. ഞാൻ എങ്ങനെ പറയണത് മുഴുവൻ അനുസരിക്കില്ല. പിന്നെ ഇഷ്ടപ്പെടും. ഞാൻ അപ്പുറത്തേക്കണോ അപ്പുറത്തേക്കണോ എവിടെ നിന്നാലും കുഴപ്പമില്ല. അല്ലെങ്കിലും ഞാൻ ഇതൊക്കെ ബിഹൈൻഡ് സീനിലാക്കാം. ബിഹൈൻഡ് സീനുള്ളൂ. അത് ഭയങ്കര കഴിഞ്ഞ് കഴിഞ്ഞിട്ട്. സോറി ചേട്ടാ. ഉപ്പൂല പുളിയില്ല, മധുരമില്ല, എരിവില്ല. എനിക്ക് ചിരി വന്നു. ചേട്ടന് ഇഷ്ടായില്ലേ കൂട്ടാൻ? അതല്ല പേടിച്ചിട്ട് പേടിയായിട്ട് വയ്യ. സാധാരണ 2 മണിയാകുമ്പോ ഞാൻ ചോറിനടത്താ. 1 മണി വരെ അറിയില്ല ചേട്ടാ, നമ്മുടെ കല്യാണം നില കഴിഞ്ഞല്ലേ ഉള്ളൂ. അയ്യോ രസമായിരിക്കും. അത് സരിത പറയുന്നൊരു ഡയലോഗ്. ക്ലോസ് എടുക്ക്, ക്ലോസ് എടുക്ക്. റെഡിയാ? ചിരിയുമ്പോ മാറ്റാ. റെഡിട്ടാ? റെഡി. ഞാൻ ഓരോന്നോരോന്നായി പഠിച്ചു വരുന്നു. എനിക്ക് അല്പം സമയം തരൂ. ക്ഷമിച്ചിരിക്കുന്നു. ഉപ്പ്, എരിവ്, അല്ല മുളക്. അയ്യോ ക്ലോസ് എടുത്താൽ മതി. കൈ കൊണ്ട് എന്തെങ്കിലും സഹായം നിനക്കുള്ളൊക്കെ അവിടെ ഇരിക്കുന്നില്ലേ? ഇനി ക്ലോസ് എടുത്തോ. ചിരിപ്പിക്കലടാ. തുടങ്ങാം. അതല്ല എന്നിട്ട് ഇത് എന്റെ ഈശ്വരാ. പറയാ